ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നെന്ന് മൊഴി നൽകി പത്മകുമാറിന്റെ കുടുംബാംഗങ്ങൾ. പോറ്റി പത്മകുമാറിന്റെ വീട്ടിലെ നിത്യസന്ദർശകനാണ്. പലതവണ വീട്ടിൽ തങ്ങിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ SITക്ക് മൊഴി നൽകി. സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന നടന്നത് പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് തന്നെയാണെന്ന സ്ഥിരീകരണത്തിലേക്കാണ് SIT എത്തുന്നത്. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, പത്മകുമാറിന് കുരുക്കായി മാറുകയാണോ വീട്ടുകാരുടെ മൊഴി? തീർച്ചയായിട്ടും സുജയ, തുടക്കത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി SIT ചൂണ്ടിക്കാണിച്ചിരുന്നത് ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ ഗൂഢാലോചനയിൽ നിന്നാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും തുടക്കം എന്നുള്ളതായിരുന്നു. അവിടെ വെച്ച് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ SIT സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കുടുംബാംഗങ്ങളുടെ മൊഴി ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ളതാകുന്നത് അന്വേഷണത്തിന് ബലം നൽകുന്നതാണ്. അത് പത്മകുമാറിന്റെ തന്നെ കുടുംബാംഗങ്ങളുടെ മൊഴിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്മകുമാറിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി ഇന്നലെയാണ് വീട്ടിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തിയത്. അപ്പോൾ SIT അവിടെ ചെന്ന് പരിശോധന നടത്തുന്ന ഘട്ടത്തിലാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്താണ് അവർ പറയുന്നത് ഈ നിത്യസന്ദർശകനായിരുന്നു പോറ്റി. അതായത് ഒന്നല്ല പലവട്ടം 2019 കാലഘട്ടത്തിൽ, അതായത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ പോറ്റി അവിടെ വരാറുണ്ടായിരുന്നു. അവർ തമ്മിൽ ഏറെ നേരം സംസാരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല പല ദിവസങ്ങളിലും ആ വീട്ടിൽ തങ്ങിയിട്ടുമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ദൃഢതയുണ്ട് എന്ന് SITക്ക് സാധൂകരിക്കാൻ ഈ മൊഴികൾ കൊണ്ട് സാധിക്കുന്നു, മറ്റുള്ള തെളിവുകൾ കൊണ്ട് സാധൂകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നിരന്തരം ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അതായത് ആ വീട്ടിൽ ചെല്ലുന്നതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു. ഇതൊക്കെ തന്നെ ഈ പല രീതിയിൽ SIT കണ്ടെടുത്തിട്ടുണ്ട്. അതായത് വീട്ടിൽ നിന്ന് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ചില സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ, അതായത് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില രേഖകളൊക്കെ തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിനുള്ളത് വെറും ഒരു സ്പോൺസറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും തമ്മിലുള്ള ബന്ധമല്ല. അതിനപ്പുറത്തേക്ക് അവർ തമ്മിൽ ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന രേഖകൾ കൂടിയാണ് അപ്പോൾ SITക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനെ സാധൂകരിക്കുന്ന മൊഴികൾ കൂടി കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് മുന്നോടിയായിക്കൊണ്ട് നടന്ന ഗൂഢാലോചന എന്ന് പറയുന്നത് ആറന്മുളയിലെ പത്മകുമാറിന്റെ വീടുമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ കാര്യങ്ങൾ കോടതിയിൽ 3-ാം തീയതി സമർപ്പിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജയ, ശരി, വിവരങ്ങൾ നൽകിയത് ഹരിമോഹനാണ്.